Hi everyone, and next we are going to discuss the computation of capital gain, and that is deal under section 48. And today we are going to discuss the computation of short-term capital gain. Before that, what is short-term capital gain? Short-term capital gain means the gain arising from transfer of short-term capital asset. Short-term capital asset transfer ചെയ്താൽ കിട്ടുന്ന gain ആണ് short-term capital gain. And what is short-term capital asset? Short-term capital asset means the assessee held the asset less than 36 months before it is transferred. ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് 36 month അതിൽ ബിലോ കയ്യിൽ വെച്ചതിന് ശേഷമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഇസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്. അതുപോലെ തന്നെ അതിൽ എക്സംഷൻ കേസ് പറഞ്ഞിരുന്നു, 12 month വരും ചില കേസിൽ, 24 month ചില കേസിൽ വരും. അതൊക്കെ ആലോചിക്കുക. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്നത് നോക്കാം. അതിനാദ്യം എടുക്കേണ്ടത് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ മീൻസ് ദ സെയിൽസ് വാല്യൂ ഓഫ് ദാറ്റ് ക്യാപിറ്റൽ അസറ്റ്. ഒരു ക്യാപിറ്റൽ അസറ്റ് മറ്റൊരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എത്രയാണ് ഒരു വ്യക്തിക്ക് ഒരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കൈ കിട്ടുന്നത്, അതിൻ്റെ സെയിൽസ് വാല്യൂ എന്താണ് കിട്ടുന്നത്, ദാറ്റ് ഈസ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. അത് വിറ്റ വില. ദെൻ ലെസ് അതിൽ നിന്ന് ഈ പറയുന്ന ചെലവുകളെല്ലാം ഡിഡക്റ്റ് ചെയ്യുക. എന്തെല്ലാം ചെലവുകളാണ്? Cost of acquisition. Cost of acquisition means the purchase value of that capital asset. ഏതാ പ്രോപ്പർട്ടി വാങ്ങിച്ചപ്പോൾ എത്ര ചിലവായി, ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ദെൻ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്, വാങ്ങിച്ചതിന് ശേഷം അതിന് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും എക്സ്പെൻസസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അത് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതിയ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ എന്ത് ചിലവായി, ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. ദെൻ കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫർ. കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫർ മീൻസ് ദ കോസ്റ്റ് ഇൻക്വേർഡ് അറ്റ് ദ ടൈം ഓഫ് സെയിൽ. അല്ലെ, ഒരു സെയിൽ ചെയ്യുന്ന സമയത്ത് ബ്രോക്കറേജ് ഫീസ് വരാം, കമ്മീഷൻ വരാം. ദാറ്റ് ടൈപ്പ് ഓഫ് കോസ്റ്റ് ആർ കോൾഡ് കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫർ. ഈ 3 കോസ്റ്റും ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ്റെ സെയിൽസ് വാല്യൂവിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഓരോ കാര്യങ്ങളൊന്നും കൂടി ഒന്ന് നോക്കാം. ഫസ്റ്റ്, full value of consideration. This is the amount for which a capital asset is transferred and it is the sales value of capital asset. അപ്പോൾ സെയിൽ വാല്യൂ അല്ലെങ്കിൽ വിറ്റ് കിട്ടുന്ന എമൗണ്ട് ആണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. നെക്സ്റ്റ്, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇസ് ദ സം ടോട്ടൽ ഓഫ് എമൗണ്ട് സ്പെൻഡ് ഫോർ അക്വയറിംഗ് ദാറ്റ് ക്യാപിറ്റൽ അസറ്റ്. അല്ലെ, ആ അസറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എത്ര രൂപ ചിലവാക്കി, ദാറ്റ് ഇസ് എ പർച്ചേസ് വാല്യൂ, ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. Then cost of improvement. Cost of improvement means all expenditure of capital nature incurred in making any additions or improvement. ആ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും അഡീഷൻസോ ഇംപ്രൂവ്മെൻറ്റോ നടത്താൻ വേണ്ടി ചിലവായതാണ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. ആൻഡ് കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫർ, ദാറ്റ് മീൻസ് ദ എക്സ്പെൻസസ് which are necessary for the transfer take place, and these expenses include brokerage, commission, കോസ്റ്റ് ഓഫ് സ്റ്റാമ്പ് എക്സെട്ര. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് വരുന്ന അഡീഷണൽ ആയിട്ട് വരുന്ന മറ്റുള്ള ചെലവുകൾ, ബ്രോക്കർ ഫീസ്, കമ്മീഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫർ. നമുക്കിനി ഒരു പ്രോബ്ലം നോക്കാം. മിസ്റ്റർ എ ബോട്ട് ഗോൾഡ് ഫോർ 2,50,000 in 2018 and paid a commission of 5,000 and sold it for 2,75,000 in 2019. Compute short-term capital gain. അപ്പോൾ ചില കേസിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് തരില്ല, ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കാനേ ഉണ്ടാവുള്ളൂ. കമ്പ്യൂട്ട് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ എന്നുണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണ് ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ എന്ന് നോക്കുന്നത്? അസസി ഹെൽഡ് ചെയ്യുന്നത് എത്ര പീരീഡ്, എത്ര 36 month ഓർ മോർ ആണോ ഒക്കെ നോക്കുക. അതിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. ഇവിടെ 2018 പർച്ചേസ് ചെയ്തു, 2019 സെയിൽ ചെയ്തു. അപ്പോൾ ഇതെന്താണ്? 36 month താഴെയാണ് കൈവശം വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതെന്താണ്? ഷോർട്ട് ടേം ആണ്. സോ എത്രയാണ്? ബോട്ട് ഫോർ 2,50,000. അപ്പോൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എത്രയാണ് സെയിൽ ചെയ്തപ്പോൾ കിട്ടിയത്? 2,75,000. സോൾഡ് ഇറ്റ് ഫോർ 2,75,000. അപ്പോൾ ഒരാൾ 2018 2,50,000 കൊടുത്ത് ഗോൾഡ് വാങ്ങിച്ചു. അതിന് കമ്മീഷൻ വിൽക്കുന്ന സമയത്ത് ചിലവായത് 5,000. അതുപോലെ തന്നെ അത് സോൾഡ് ചെയ്തപ്പോൾ സെയിൽ ചെയ്ത സമയത്ത് കിട്ടിയത് 2,75,000 in 2019. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് എന്താണ്? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസ് വാല്യൂ, ദാറ്റ് ഈസ് 2,75,000. ദെൻ അതിൽ നിന്ന് എന്തെല്ലാം ഡിഡക്റ്റ് ചെയ്യുക? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്, കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫർ.
ഇവിടെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇല്ല. അതുകൊണ്ട് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ദാറ്റ് ഈസ് ദ പർച്ചേസ് വാല്യൂ ദാറ്റ് ഈസ് 2,50,000. ദെൻ അഡീഷണൽ ആയിട്ട് വരുന്ന എക്സ്പെൻഡിച്ചർ ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫർ ദാറ്റ് ഈസ് കമ്മീഷൻ 5,000. സോ ടോട്ടൽ എക്സ്പെൻസസ് ദാറ്റ് ഈസ് 2,55,000. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ആൻസർ ഈസ് 20,000 ക്യാപിറ്റൽ ഗെയിൻ. അപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ വാങ്ങിച്ചപ്പോൾ ചിലവായത് 2,55,000 ആണ് മൊത്തം ചിലവായത് അതിന് വന്നത്. വിറ്റപ്പോൾ കിട്ടിയത് 2,75,000. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഗെയിന് 20,000. നെക്സ്റ്റ് മറ്റൊരു പ്രോബ്ലം നോക്കാം. മിസ്റ്റർ സൗരവ് സോൾഡ് ഹിസ് പ്രോപ്പർട്ടി ഓൺ January 2019 at 50 lakh. So the sales value that is 50 lakh, full value of consideration, and which he had purchased in December 2017 for 30 lakh. എത്ര രൂപയ്ക്ക് അത് പർച്ചേസ് ചെയ്ത് 2017 30 ലാക്കിന്, സെയിൽ ചെയ്തത് 50 ലാക്കിന്. He spent around 2 lakh on house improvement during the period and also paid a brokerage of 0.5% of the sales price of the house and at the time of selling the house. അതുപോലെ തന്നെ സെയിൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ഹൗസിന് എത്ര രൂപ അദ്ദേഹം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ആ വീടൊന്ന് നന്നാക്കി എടുക്കാൻ 2 lakh സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സെയിലിൻ്റെ ടൈമിൽ 0.5% ബ്രോക്കറേജ് ഫീസും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ഹിസ് ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ? അപ്പോൾ നമുക്കറിയാം എന്താ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത്? ഇഫ് ഇറ്റ് ഈസ് ഷോർട്ട് ടേം ഓർ ലോങ് ടേം. അപ്പോൾ ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ നോക്കാൻ ഹൗസാണ്, ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ 36 month ഓർ മോർ ആണെങ്കിൽ മാത്രമാണ് ലോങ് ടേം ആവുന്നത്. 36 month താഴെ, അതായത് 3 years താഴെയാണ് കൈവശം വെച്ചതെങ്കിൽ അത് ഷോർട്ട് ടേം ആയിരിക്കും. ഇവിടെ 3 years താഴെയാണ്. അപ്പോൾ നോക്കണം ഡേറ്റ് എത്ര കൈവശം വെച്ചു എന്ന്. അപ്പോൾ ഇത് ഷോർട്ട് ടേം ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്തെടുക്കുക? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ദാറ്റ് ഈസ് 50 lakh. ദെൻ ദ പർച്ചേസ് വാല്യൂ 30 lakh. ദെൻ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് 2 lakh. അതുപോലെ ബ്രോക്കറേജ് സെയിൽസ് പ്രൈസിൻ്റെ 0.5%. ഇത് 50 lakhൻ്റെ 0.5% ദാറ്റ് ഈസ് 25,000. അപ്പോൾ നമുക്ക് ടോട്ടൽ ആ ഹൗസിൽ ചിലവായത് വാങ്ങിക്കാൻ 30 lakh സൗരവിന് ചിലവായിട്ടുണ്ട്. അതുപോലെ 20 lakh ഇമ്പ്രൂവ്മെൻറ്റിന്, 25,000 സെയിൽസ് ടൈമിൽ ബ്രോക്കർക്കും കൊടുത്തു. അപ്പോൾ ടോട്ടൽ ചിലവായത് 32 lakh 25,000 ആണ്. അപ്പോൾ 50 lakh സെയിൽസ് വാല്യൂ ആയിരുന്നു, അതിന്ന് ചിലവായത് 32 lakh 25,000. സോ ദ ക്യാപിറ്റൽ ഗെയിൻ ഈസ് 17,75,000. നെക്സ്റ്റ് അനദർ പ്രോബ്ലം ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഡിപ്രീസിയബിൾ അസറ്റ്. ഡിപ്രീസിയബിൾ അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്, അത് എത്ര ഹെൽഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഡിപ്രീസിയേഷൻ ഉള്ള പ്രോപ്പർട്ടി ഓൾവേസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും അതിൻ്റെ ട്രാൻസ്ഫറിൽ നിന്നും കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം നോക്കാം. ദ റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തതിന് ശേഷം വരുന്ന വാല്യൂ ആണ് റിട്ടേൺ ഡൗൺ വാല്യൂ. അപ്പോൾ ഇതൊരു ഡിപ്രീസിയബിൾ അസറ്റ് ആണെന്ന് മനസ്സിലാക്കാൻ റിട്ടേൺ ഡൗൺ വാല്യൂ ഉള്ളതുകൊണ്ട് then the written down value of a block of assets consisting of factory building at the beginning of the financial year 2019-20 is 20 lakh, and assessee bought a new factory building in June 2019 for 4 lakh and then sold all the assets in the block in December 2019 for 18 lakh. Compute capital gain. അപ്പോൾ ബ്ലോക്ക് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അസറ്റുകൾ ഒന്നിച്ച് പറയുന്നതാണ് ബ്ലോക്ക് ഓഫ് അസറ്റ്സ്. അപ്പോൾ ഒരു ഫാക്ടറി ബിൽഡിങ്ങിന് റിട്ടേൺ ഡൗൺ വാല്യൂ ബിഗിനിങ് 2019-2020 ഫിനാൻഷ്യൽ ഇയറിൻ്റെ ബിഗിനിങ് ദാറ്റ് ഈസ് 1st April 2019 എന്തായിരുന്നു അതിൻ്റെ മൊത്തം വാല്യൂ ഉണ്ടായിരുന്നത്? റിട്ടേൺ ഡൗൺ വാല്യൂ ആഫ്റ്റർ ചാർജിങ് ഡിപ്രീസിയേഷൻ 20 lakh ആയിരുന്നു അതിൻ്റെ പ്രൈസ്. അതിനിടയിൽ ജൂണിൽ 2019 അഗെയിൻ ദ അസസി പർച്ചേസ്ഡ് അനദർ ഫാക്ടറി ദാറ്റ് ഈസ് ഫോർ 4 lakh. അങ്ങനെ മൊത്തം ഇപ്പോൾ ആദ്യം 20 lakhൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ ഉള്ള ബിൽഡിംഗ് ഉണ്ടായിരുന്നു, കൂടാതെ ഒരു 4 lakhൻ്റെ ന്യൂ ഫാക്ടറി വാങ്ങിച്ചു. ആൻഡ് ദെൻ സോൾഡ് ഓൾ ദീസ് അസറ്റ്സ് ഇൻ ദ ബ്ലോക്ക് ഇൻ December 2019. അത് ഒന്നിച്ച് ഇപ്പോൾ വാങ്ങിച്ചതും പഴയതുമായിട്ടുള്ള എല്ലാ ബിൽഡിങ്ങും 18 lakhന് സെയിൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നുമുള്ള ക്യാപിറ്റൽ ഗെയിൻ എത്രയാണ്? അപ്പോൾ ഫസ്റ്റ് ദ റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ദി മെഷീനറി അതെടുക്കുക. അതായത് 1st April മുതലാണ് നോക്കേണ്ടത്. റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് മെഷീനറി ദാറ്റ് ഈസ് 20 lakh. ദെൻ പർച്ചേസ് ചെയ്തത് പുതുതായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് പർച്ചേസ് ഓഫ് ന്യൂ ബിൽഡിംഗ് ദാറ്റ് ഈസ് 4 lakh. സോ ടോട്ടൽ അക്വിസിഷൻ കോസ്റ്റ്, ടോട്ടൽ അക്വിസിഷൻ എത്ര വരുന്നത്? 24 lakh. ടോട്ടൽ അക്വിസിഷൻ ചിലവ് വരുന്നത് ഇത്രയാണ് വരുന്നത്.
അപ്പോൾ ഇവിടെ അക്വിസിഷൻ പ്രൈസ് ഉണ്ടാവില്ല ആ പഴയ പ്രോപ്പർട്ടീൻ്റെ, അതുകൊണ്ട് തന്നെ അതിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ ആണ് എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ പുതിയ ബിൽഡിങ്ങിൻ്റെ വില, ദാറ്റ് ഈസ് ദ ടോട്ടൽ ഓഫ് ദി കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. അപ്പോൾ മൊത്തം ചിലവായത് 24 lakh ലെസ് ദ സെയിൽസ് വാല്യൂ ഓഫ് ഓൾ അസറ്റ്സ്. സെയിൽസ് വാല്യൂ ഈസ് 18 lakh. അപ്പോൾ 24 lakh ചിലവായിട്ടുണ്ട്, 18 lakh ആണ് കിട്ടിയത്. സോ ഹിയർ ദർ ഇസ് എ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ്, ദാറ്റ് ഈസ് 6 lakh. അപ്പോൾ 6 lakh ലോസ് ആണ് ഇവിടെ വരുന്നത്, കാരണം സെയിൽസ് വാല്യൂ ഇവിടെ കുറവാണ്. അപ്പോൾ 6 lakh ലോസ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഡിപ്രീസിയബിൾ അസറ്റിൻ്റെ ചെയ്യേണ്ടത്. അപ്പോൾ റിട്ടേൺ ഡൗൺ വാല്യൂ ആണ് നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഡിപ്രീസിയബിൾ അസറ്റിന് ഓൾവേസ് എന്തായിരിക്കും? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും. അത് ലോങ് ടേം ആണോ എന്ന് നോക്കേണ്ട ആവശ്യമേ ഇല്ല, അത് എത്ര അസറ്റ് കൈവശം വെച്ചു എന്ന് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡിപ്രീസിയബിൾ അസറ്റ് ഓൾവേസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും അതിൻ്റെ ട്രാൻസ്ഫറിൽ നിന്നും ഉണ്ടാകുന്നത്. നെക്സ്റ്റ് യു ഹാവ് ആൻ ഹോംവർക്ക്. Mr. Sundar sold a building on 3rd February 2019 for 11,35,000 and paid a brokerage of 15,000. He had acquired the asset on 15th May 2017 at a cost of 4,35,000. Compute short-term capital gain. അപ്പോൾ എല്ലാവരും ഈ പ്രോബ്ലം ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഡേ നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ പ്രോബ്ലം എല്ലാവരും ചെയ്യുക. ഓക്കെ, താങ്ക് യു.